ഫസ്റ്റ് ലൈനാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു വെച്ചത് വേണം ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാനുള്ള വഴികളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞത്. അതിൻ്റെ ആദ്യ പടി എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു വെച്ചതാണ് പണത്തോടുള്ള മനോഭാവം മാറണം എന്നുള്ളത്. ഒരു ഇൻവെസ്റ്റേഴ്സിന് ആദ്യം വേണ്ടത് പണത്തോടുള്ള മനോഭാവം മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ എല്ലാവരും തന്നെ ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം പേരും. പക്ഷെ അതിലേക്ക് എത്താൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നോളജ് ഗ്യാപ്പാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, അത് ചെയ്താലുള്ള ഗുണം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായ ഒരു ധാരണയില്ല. നമുക്കത് പറഞ്ഞ് ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു തരികയോ പഠിച്ച സ്കൂളുകളിലോ ഒരു സ്ഥലത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. നമ്മൾ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചതാണ് നമുക്ക് പൈസ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യവും മടിയാണ്. നാളെ ആവട്ടെ എന്നുള്ള നമ്മുടെ മനോഭാവം. പിന്നെ എനിക്ക് ഏജായി, ഇനിയിപ്പോൾ ഈ വയസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളൊരു ചിന്ത. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു റീസെന്റ് സർവേ പറയണത്, ഒരു സ്റ്റഡി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100-ൽ 5 പ്രവാസികൾക്ക് മാത്രമേ എന്തെങ്കിലും ഒരു കാരണവശാൽ നാട്ടിലേക്ക് തിരിച്ചു പോണ്ടി വന്നാൽ സമാധാനപരമായിട്ട് സ്ഥിരമായിട്ട് ഒരു വരുമാനത്തോടു കൂടി ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. ഒരു 5 പേര്, 5%. നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര ഭീകരമാണ് അവസ്ഥ എന്ന്. 10, 20, 25 കൊല്ലം വർഷം വർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് തിരിച്ചു പോയിട്ട് വീണ്ടും എന്താ ചെയ്യണ്ടേ എന്നറിയാൻ പാടില്ലാണ്ട് വീണ്ടും തിരിച്ചു വരാൻ ശ്രമിക്കുന്ന പ്രവാസികളാണ് കൂടുതലും. ഞാൻ അതിനാണ് മുമ്പ് പറഞ്ഞു വെച്ചത്, നമ്മൾ എന്താണ് വേണ്ടത്, കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഈ 20 വർഷം ഒരു പ്രവാസിയായ ആള് എല്ലാ മാസവും ഒരു 5,000 രൂപ വെച്ചിട്ടിരുന്നെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ അത് 50 ലക്ഷം രൂപ ആയിട്ടുണ്ടായിരുന്നേനെ. ഈ 50 ലക്ഷം രൂപ എല്ലാ മാസവും 50,000 രൂപ ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് 50,000 രൂപ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിലൂടെ എടുത്ത് ജീവിക്കാൻ പറ്റുന്നൊരു അവസ്ഥ ഉണ്ടാക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. ആ വഴിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മളിപ്പോൾ പ്രവാസികൾ എന്താണ് ചെയ്യുന്നത്? പണത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. അതിനാണ് നമ്മൾ 1-2 കാര്യങ്ങൾ, 1-2 സ്റ്റെപ്പുകൾ ചെയ്തു പോകുമ്പോൾ നമ്മൾ അതിലേക്ക് എത്തിപ്പെടുന്നത്. അതിന് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏക ഒരു പോംവഴി. ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടും ഷെയർ മാർക്കറ്റും മാത്രമല്ല കേട്ടോ. നമുക്കൊരു ചെറിയ ബിസിനസ് ആവാം, പലതരത്തിലുള്ള രീതികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ മനോഭാവം മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ആ മനോഭാവം മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് പണം എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം പറഞ്ഞാൽ ഓരോരുത്തർക്കും പണം എന്ന് പറഞ്ഞാൽ പല രീതികളാണ്. ഓരോരുത്തർക്കും പണം എന്ന് പറയുന്നത് അവർ ജനിച്ചു വളർന്നു വന്ന സാഹചര്യത്തിനനുസരിച്ച് ഓരോ രീതിയിലാണ് പണത്തെ കാണുന്നത്. ഞാൻ പണത്തെ കാണുന്ന രീതിയിലല്ല നിങ്ങൾ പണത്തെ കാണുക. അതിനാരെയും കുറ്റം കൊണ്ടല്ല, നമ്മൾ വളർന്നു വന്ന സാഹചര്യം കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നിലവിലൊരു സർവേ പറയുന്നത്, ഒരു സ്റ്റഡി പറയുന്നതെന്ന് വെച്ചാൽ 4 തരത്തിലുള്ള ആളുകളുണ്ടെന്ന് പറയുന്നത്. 4 തരത്തിലുള്ള ആളുകളുണ്ടെന്ന് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് സേവ് ചെയ്യുന്നവർ, സേവേഴ്സ്. അവർ പൈസ സേവ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യും. അതവർ ചെയ്യില്ല ഒരിക്കലും. അവർക്കൊരു പേടിയായിരിക്കും. കാരണം അവരങ്ങനെയാണ് പണത്തെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നതാണ് സ്പെൻഡേഴ്സ്. അവർ കിട്ടുന്നത് മുഴുവൻ അടിച്ചു പൊടിച്ച് ചിലവാക്കും. അവർക്ക് നാളെക്കുറിച്ചൊരു ചിന്തയില്ല. അങ്ങനെയുള്ള കുറേ പേര് ഞാൻ പല സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കാണാറുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട്, അവർക്കൊന്ന് മാറ്റങ്ങളെ കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ ഒട്ടുമിക്ക വീഡിയോന്റെ താഴെ അങ്ങനെയുള്ള 1-2 സുഹൃത്തുക്കളൊക്കെ വന്ന് കമന്റ് ചെയ്യലുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. രണ്ടാമത്തെ അവോയ്ഡേഴ്സ്, പണത്തെ പേടിയുള്ളവരുണ്ട്. പണം വലിയൊരു എന്താ പറയണേ, നമ്മളെ പാപിയാക്കുന്നോ അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നോ, പൈസ ഉണ്ടാക്കുന്നത് മുഴുവൻ തട്ടിപ്പിലൂടെയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഇൻവെസ്റ്റേഴ്സ്. ഈ 3 വിഭാഗത്തിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളൊരു വിഭാഗത്തിലേക്ക് ആ ഗ്രൂപ്പിലേക്ക് നമുക്ക് മാറാൻ പറ്റണം. ആ മാറണമെങ്കിൽ പണത്തെ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും അതിന് മനോഭാവം മാറ്റുകയും ചെയ്താൽ നമുക്കും അങ്ങോട്ട് എത്താം. ചെറിയ എമൗണ്ട് ആണോ വലിയ എമൗണ്ട്? പലരും ചോദിക്കാറുണ്ട്, എനിക്ക് ചെറിയൊരു സാലറി ഉള്ളൂ, ഞാൻ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം? ചെറിയ സാലറിയിൽ നിന്ന് ചെറുത് മിച്ചം വെച്ചാലും നമുക്കത് വലിയ സമ്പാദ്യത്തിലേക്ക് മാറ്റാൻ പറ്റും. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ 5,000 രൂപ അല്ലെങ്കിൽ 2,500 രൂപ മാറ്റി വെച്ചാലും മതി. അത് ഓരോരുത്തരുടെയും വരുമാനത്തിനനുസരിച്ച്, ചെലവുകൾക്കനുസരിച്ച് ഒരു ചെറിയ എമൗണ്ട് എന്തൊക്കെ വന്നാലും മാറ്റിവെക്കാൻ പറ്റും. അതിനെക്കുറിച്ചാണ് നമ്മൾ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പലവരും ചോദിക്കാറുണ്ട്, എത്ര വയസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്നോട് പലവരും ചോദിക്കാറുണ്ട്. കഴിഞ്ഞ തവണ എന്നോട് ഒരാൾ ചോദിച്ചു, അയാൾക്ക് 55 വയസ്സുണ്ട്, വർഷങ്ങളായിട്ട് സൗദിയിലുള്ള ആളാണ്, ഞാൻ എന്നാണ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത്, ഇനി ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ട സമയമുണ്ടോ,
ഞാൻ പറഞ്ഞു നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിരുന്ന റൈറ്റ് ടൈം എന്ന് പറയുന്നത് 25 വർഷം മുമ്പായിരുന്നു. പിന്നെ ഇപ്പോഴാണ്. ഇനി മിസ് ചെയ്യാതിരിക്കുക. പഴയ 25 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയായിരുന്നു എന്ന് പറയുന്നതിന് പകരം ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു മൊമെന്റ് മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ചാൻസ് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്താൽ എന്താ ഗുണം അറിയൂ? നമ്മുടെ ഒരു പൈസ ചെറുതായിട്ട് നമ്മളെ ജോലിയോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനോടൊപ്പം, ബിസിനസ്സുകാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കേണ്ടത് ബിസിനസ്സുകാരുടെ ആവശ്യമാണ്. എനിവേ, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ എമൗണ്ട് നമുക്കിങ്ങനെ പൈസ വേറൊരു രീതിയിൽ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. അത്ര രസകരമായ വേറൊരു മൂഡിലേക്കും ഒരു ഫ്രീഡത്തിലേക്കും നമ്മൾ എത്തിച്ചേരും. പിന്നെ പലവരും ചോദിക്കാറുണ്ട് എത്ര പെർസെൻറ്റേജ് ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഓരോരുത്തരുടെയും അവസരങ്ങളനുസരിച്ച്, ഓരോരുത്തരുടെ വരുമാനത്തിനനുസരിച്ച്, ചെലവിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനൊരു ബുക്കിൽ വായിച്ചതായിട്ട് ഓർക്കുന്നു, 70-10-10 എന്നുള്ളൊരു ഫോർമുല. 70% നിങ്ങൾ ചിലവാക്കിക്കോ, 10% നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല ബുക്കുകൾ വായിക്കാൻ, നല്ല കോഴ്സുകൾ ചെയ്യാൻ, നല്ല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ബാക്കി 10% ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. ഇത് ഈ പറയുന്ന പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി 10% ചാരിറ്റിക്ക് കൊടുക്കാനാണ് പറയുന്നത്. കൊടുത്തുകൊണ്ട് നശിച്ചുപോയ ഒരാളുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുക. അപ്പോൾ നമുക്ക് വിശാലമായ ഒരു മനസ്സുണ്ടാവും. കൊടുക്കാനുള്ള മനസ്സുണ്ടായാൽ കിട്ടാനുള്ള മനസ്സുണ്ടാവും എന്ന് പറയുന്നത് അതിനുള്ള വഴികൾ ഉണ്ടാവുന്നതാണ് ആ ഒരു സ്റ്റഡി പറയുന്നത്. രസകരമായ ഒരു ബുക്കാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു വലിയ ഐ ഓപ്പണർ ആയിരുന്നു. അത് നമുക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പണത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ 10% പണത്തെക്കുറിച്ചുള്ള ബുക്കുകൾ വായിക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ പണത്തെക്കുറിച്ച് എന്ത് കേട്ടാലും അങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിക്കുന്ന ഒരാളാണ്. ഇൻകം ടാക്സ് ആയിക്കോട്ടെ, ഇൻഷുറൻസ് ആയിക്കോട്ടെ, പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, പുതിയ ഡാറ്റകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ പുറകെ ഞാൻ എപ്പോഴും പോകാറുണ്ട്. അപ്പോൾ പോകുന്തോറും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പണത്തെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ട്രാക്ക് ചെയ്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഇത്രയും രൂപ വരുമാനമുണ്ട്, എല്ലാം ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടല്ല നമ്മൾ പൈസയെ ട്രാക്ക് ചെയ്യേണ്ടത്. ഇത്രയും രൂപ വരും, ഇത്രയും രൂപ ഞാൻ ചിലവാക്കും, ഇത്ര ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും, ഇത്രയും ഇന്നതിന് മാറ്റിവെക്കും എന്ന് പറഞ്ഞാൽ മാത്രമേ അതൊരു ട്രാക്ക് ചെയ്ത് പോവുള്ളൂ. അത് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കൈകളിലൂടെ ഇറങ്ങിപ്പോകും. പണത്തിന്റെ വഴിക്ക് വിടരുത്, നമ്മുടെ വഴിക്ക് വിടണം പണത്തെ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ആറ്റിറ്റ്യൂഡും ഒരു മനോഭാവവും ഒരു ഹാബിറ്റായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇൻവെസ്റ്റ്മെന്റ് ഒരു ഹാബിറ്റായിട്ട് മാറണം. പണത്തെ ട്രാക്ക് ചെയ്യുന്നത് ഒരു ഹാബിറ്റായിട്ട് മാറണം. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പണം എപ്പോഴും കൂട്ടി വെക്കലല്ല. കൂട്ടി വെക്കും തോറും നഷ്ടപ്പെട്ടു പോകുന്നൊരു സാധനമാണ് പണം. കാരണം ഇൻഫ്ലേഷൻ. നിങ്ങൾക്ക് 10 വർഷം കഴിഞ്ഞ് ഒരു മോളെ കെട്ടിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു മോനെ പഠിപ്പിക്കാനുണ്ട്. ആ പൈസ ഇന്ന് കൂട്ടി വെച്ച് 10 വർഷം കഴിയുമ്പോൾ ഇന്നത്തെ 1 ലക്ഷം രൂപയ്ക്ക് 10 വർഷം കഴിയുമ്പോൾ 10 ലക്ഷം രൂപയുടെ 1 ലക്ഷം രൂപയുടെ വില ഉണ്ടാവില്ല. അതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇതുണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യണം? അതിനെ ബേസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോകാൻ പറ്റണം. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ വേറൊരു ടീമാണ്, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. പിന്നെ ഒരു ആളുകളാണ് ഈ സേവ് ചെയ്ത് വെക്കണവർക്ക് വേറൊരു പേടിയാണ് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി. ആ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി സത്യം പറഞ്ഞാൽ അതുകൊണ്ട് അവരെ മിസ് ചെയ്യുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പൈസയെ കോമ്പൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് അവർ നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു മണി മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളൊരു മിറാക്കിൾ ഉണ്ടാക്കാനൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനൊന്നുമല്ല ഈ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരെ മറിച്ചൊരു ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കാനാണ്. ആ ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്പെടും. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഇനിയുള്ള വീഡിയോസിനും നമുക്ക് ആവശ്യം. അപ്പോൾ ആ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സൈക്കോളജി ഓഫ് മണിയിൽ പറയുന്ന ഒരു കോട്ടും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്നത് ഗ്യാപ്പ് ബിറ്റ്വീൻ അവർ ഇൻകം ആൻഡ് ഈഗോ എന്നാണ് പറയുന്നത്. ഒരു പരിധിവരെ അതും സത്യമാണ്. നമ്മൾ ചിലവാക്കുന്നതൊക്കെ മറ്റുള്ളവരെ കാണിക്കാനാവുമ്പോഴാണ് ഈ പറയുന്ന നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറേ പൈസ ഇറങ്ങിപ്പോകുന്നത്. അപ്പോഴാണ് നമ്മുടെ സേവിങ്സ് കുറയുന്നത്. നമ്മൾ ആദ്യം ഒരു സേവിങ്സ് എത്രയാണെന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള പൈസ ചിലവാക്കാനായിട്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ എക്സ്പെൻസ് വെട്ടിക്കുറച്ച് പിടിച്ച് ജീവിക്കാനല്ല, നേരെ മറിച്ച് അത് ട്രാക്ക് ചെയ്യാനാണ്. ട്രാക്ക് ചെയ്ത് അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മണി മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക, ഒരു ഇൻവെസ്റ്റേഴ്സ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. ഇത്രയും നാൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന പൈസയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മാറ്റിവെക്കുക. നമ്മൾ നല്ലൊരു ഇൻവെസ്റ്റേഴ്സായി മാറിയേ പറ്റൂ. ഇന്ന് തുടങ്ങുക, അതൊരു ഹാബിറ്റായിട്ട് മാറ്റുക. മറ്റുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ നമസ്കാരം. ഓക്കെ, താങ്ക് യു.